എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരികയാണ്, അതേപോലെ പുതുവർഷം വരികയാണ്. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് തുടർച്ചയായിട്ട് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻവെർട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ആശ്രയിക്കാതെ ഡയറക്റ്റ് സോളാർ ഇൻവെർട്ടർ ഉപയോഗിക്കാവുന്നതാണ്. അതായത് സോളാർ എനർജിയെ ഡയറക്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമ്മളുടെ വീട്ടിലുള്ള സകല ഉപകരണങ്ങളും വർക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഇൻവെർട്ടറാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോർമലി ഒരു വീടിനുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ലോഡും ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. കാരണം ഇത് 5 കിലോ വാട്ടാണ്. 5 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 5000 വാട്ട്സ് ആണ് നോർമലി ഒരു വീടിനുള്ള ലോഡ് എന്ന് കണക്കാക്കാം. കാരണം അത് സിംഗിൾ ഫേസിൽ വരുന്ന ലോഡാണ്. 5000 വാട്ട്സിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ 3 ഫേസ് എടുക്കേണ്ടി വരും, എന്നാലേ നമുക്ക് ആ കണക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോർമലി ഉള്ള ഒരു പർപ്പസിനുള്ള എല്ലാ ഉപകരണങ്ങളും ഈ ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്യാവുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഇതിലോട്ടൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഒത്തിരി ആളുകൾ നമ്മളോട് നേരിട്ട് വാട്സാപ്പിൽ കൂടി ചോദിക്കുന്ന സംശയത്തിനുള്ള ഒരു മറുപടിയാണ് നമ്മളിപ്പോൾ ഇവിടെ നൽകുന്നത്. എന്താന്ന് വെച്ചാൽ പലരും ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിലോട്ട് തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സെക്ഷനിൽ കണക്ഷൻ കൊടുക്കാവുന്നതിന് ഒരു പരിധി വന്നിട്ടുണ്ട്. ഇപ്പോൾ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ട്രാൻസ്ഫോമറിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്ന വൈദ്യുതിയുടെ അളവ് നിയന്ത്രിച്ചിട്ടുണ്ട്. കാരണം ആ ട്രാൻസ്ഫോമറിന് ഉള്ള ശേഷി കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഓൺ ഗ്രിഡ് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. ഒത്തിരി ആളുകൾ ഓൺ ഗ്രിഡ് ചെയ്തിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. ഈ ഓൺ ഗ്രിഡ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഇനിയിപ്പോൾ എന്താണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സംശയമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓൺ ഗ്രിഡ് ചെയ്തു കൊടുക്കുന്നവർ എല്ലാം ശരിയാക്കി കൊടുക്കാം എന്നുള്ള ധാരണയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൽ വരുന്ന ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ഷൻ കഴിയുമ്പോഴാണ് നമ്മളോട് പറയുന്നത് ഈ ഓൺ ഗ്രിഡ് ലൈനിലോട്ട് കൊടുക്കാൻ തരത്തിലുള്ള കപ്പാസിറ്റി നിലവിലുള്ള ട്രാൻസ്ഫോമറിനില്ല. അപ്പോൾ ട്രാൻസ്ഫോമർ മാറ്റി കൂടുതൽ ലോഡിലുള്ള ട്രാൻസ്ഫോമർ വെച്ചാൽ മാത്രമേ അത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ചില സെക്ഷനിൽ ഒത്തിരി വീടുകൾ അടുപ്പിച്ച് ഇങ്ങനെ പുതിയത് വന്നതൊക്കെ ഈ ഓൺ ഗ്രിഡ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓൺ ഗ്രിഡ് ചെയ്തു വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ നിലവിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൺ ഗ്രിഡ് അവിടെ ഒരു ഡെഡ് മണി ആയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ അവിടെ ഉള്ളപ്പോൾ നമുക്ക് ആ ഇൻവെർട്ടറിൽ നിന്ന് നമുക്കൊരു ലോഡും പ്രത്യേകിച്ച് എടുക്കാൻ സാധിക്കില്ല. കാരണം ആ ഒരു ഇൻവെർട്ടർ വീട്ടിലോട്ടുള്ള പർപ്പസിനല്ല, കിട്ടുന്ന വൈദ്യുതി എങ്ങനെയാണോ അതേപോലെ കിട്ടുന്നതനുസരിച്ച് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അതിലൊരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജും അതേപോലെ ഇത്രയും ലോഡ് കൊടുക്കാൻ തരത്തിലുള്ള കപ്പാസിറ്റിയും ആ ഒരു ഇൻവെർട്ടറിനില്ല. കൂടാതെ ആ ഒരു ഇൻവെർട്ടർ ചൈന ബേസ്ഡ് ഇൻവെർട്ടർ ആണ്. ഒരു കാരണവശാലും നമുക്കത് റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്കൽ ആളുകൾക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു ഇൻവെർട്ടർ കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സർവീസ് പോകേണ്ടത് ചൈനയിലോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കടയുമായിട്ട് ബന്ധപ്പെട്ട് അവരാണ് ആ സർവീസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പോൾ അതൊക്കെ പോയി വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. കാരണം ഒത്തിരി മാസങ്ങൾ എടുത്തിട്ടൊക്കെയാണ് വരുന്നത്. ആ ഒരു അവസരത്തിലാണ് നമ്മളുടെ ഈ ഒരു ഇൻവെർട്ടർ നിങ്ങൾക്ക് നിലവിലുള്ള ആ സോളാർ പാനലിലോട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള സകല യൂണിറ്റുകൾ നിങ്ങൾക്ക് പകൽ സമയത്ത് സുഗമമായി പ്രവർത്തിക്കാവുന്നതാണ്. ഇങ്ങേറ്റം വലിയ പവറുകളാണ് ഈ ഒരു ഇൻവെർട്ടറിൽ പോകുന്നത്. കാരണം വലിയ വലിയ മോട്ടോറുകൾ, 2-3 എയർ കണ്ടീഷണറുകൾ ഇതെല്ലാം ഇതിൽ പ്രവർത്തിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഒത്തിരി പേർ ചോദിച്ചതിനുള്ള ഒരു മറുപടിയായിട്ട് നമ്മൾ ഇതിന് പറയുന്നത്. ഇതിനു മുമ്പ് കുറച്ച് ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ 8 പാനലാണ് ഇതിന്റെ പരിധി. 8 സോളാർ പാനലുകൾ നിലവിൽ ഇപ്പോൾ 545-ന്റെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 8 എണ്ണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 4000 ചില്ലാനും വാട്ട്സേ വരുന്നുള്ളൂ. അപ്പോൾ ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ 9 പാനലാണ് വെച്ചിരിക്കുന്നത്. 9 പാനൽ വെച്ചാൽ ഏകദേശം 5000 വാട്ട്സോളം വരുന്നുണ്ട്. അപ്പോൾ നോർമലി ഉള്ള എല്ലാ ഓൺ ഗ്രിഡ് ചെയ്തിരിക്കുന്ന 5 കിലോ വാട്ടിന് 9 പാനലുകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 9 പാനലുകൾ നിലവിൽ നമ്മളുടെ ഇൻവെർട്ടറിൽ പ്രവർത്തിക്കാൻ പറ്റിയ സാഹചര്യമില്ല. എന്ന് വെച്ചാൽ VOC കൂടുതലായതുകൊണ്ട് നമ്മൾ ഇതിൽ VOC റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം VOC 400 ആണ്. അപ്പോൾ ആ 400 VOCന് മുകളിലോട്ട് ഈ ഇൻവെർട്ടറിൽ കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ മാക്സിമം കൊടുക്കാവുന്ന VOC കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 പാനൽ വരെ ഇതിൽ കൊടുക്കാം. 10 പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 VOC ആണ്. 500 VOC ആണെന്ന് വിചാരിച്ച് 500 വോൾട്ട് ഉണ്ടാവില്ല. പലരുടെയും ധാരണ ആ VOC അനുസരിച്ചുള്ള വോൾട്ടേജ് ആണ് ഔട്ട്പുട്ടിൽ വരുന്നതെന്നാണ്. VOC എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട്
സർക്യൂട്ട് വോൾട്ടാണ്, പലർക്കും അറിയാമെന്നിരിക്കാം. ലോഡ് ആകുമ്പോൾ അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് കുറച്ച് കുറയും. അപ്പോൾ നമ്മൾ 500 VOC എന്ന് പറഞ്ഞാൽ ഏകദേശം 450-60 വോൾട്ടേജേ ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ 450 VOC, അതായത് 9 പാനലാണെങ്കിൽ ഒരു 420 വോൾട്ട് വരെ മാക്സിമം വരികയുള്ളൂ. 8 പാനലാണെങ്കിൽ ഒരു 365 വോൾട്ട് വരെ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് 8 പാനലിൽ എന്നുള്ളത് നമ്മളിപ്പോൾ അതിന്റെ ഗ്രേഡ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ 9ഉം 10ഉം പാനലുകൾ വെക്കാവുന്ന സാഹചര്യത്തിലാക്കി. നോർമലി ഇപ്പോൾ എല്ലായിടത്തും 9 പാനലാണ്. ചില സ്ഥലത്തൊക്കെ വാട്ട്സ് കുറഞ്ഞുകൊണ്ട് 10 പാനലുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 പാനലുകൾ വെക്കുമ്പോൾ നമുക്ക് ആ 10 പാനലും ഇതിൽ കണക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സെറ്റിങ്സ് നമ്മളിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കണക്ഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ സോളാർ പാനലിൽ നിന്ന് വരുന്ന 2 വയർ ഒരു DC ബോക്സിലോട്ട് കണക്ട് ചെയ്ത് അതിൽ നിന്നാണ് KCBയുടെ സെക്ഷനിലോട്ടൊക്കെ പോകാനുള്ള കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാവുന്നത് സോളാർ പാനലിൽ നിന്ന് വരുന്ന 2 വയർ നിലവിൽ കൊടുത്തിരിക്കുന്ന DC ബോക്സിലോട്ട് കൊടുത്തിട്ട് അതിലൊരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ടാവും, ഓൺ ഓഫ്. അപ്പോൾ ആ ഓൺ ഓഫ് എന്നാണ് അപ്പുറത്തോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അത് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ വരുന്ന ഡയറക്റ്റ് വരുന്ന സോളാർ പാനലിന്റെ വയർ നേരെ ഒരു ചേഞ്ച് ഓവർ സ്വിച്ചിൽ കയറ്റുക. ചേഞ്ച് ഓവർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ 2 പോൾ ചേഞ്ച് ഓവർ സ്വിച്ച് ആണ് വേണ്ടത്. അത് 40 ആംപിയറിന്റെ അല്ലെങ്കിൽ 60 ആംപിയറിന്റെ ഏത് വേണമെങ്കിലും എടുക്കാം. 40 ആംപിയർ ധാരാളമായിരിക്കും. അപ്പോൾ 40 ആംപിയറിന്റെ ചേഞ്ച് ഓവറിന്റെ കോമൺ പോളിൽ കൊടുത്തു കഴിഞ്ഞാൽ 2 സബ് പോളുകൾ വരും. 2 സബ് പോൾ എന്ന് പറഞ്ഞാൽ ആ സ്വിച്ച് മുകളിലെ പൊസിഷനിൽ ഇട്ടാൽ സബ് പോൾ 1 എന്ന് വിചാരിക്കുക, താഴ്ത്തിട്ട് കഴിഞ്ഞാൽ 2. താഴത്തെ പൊസിഷനിലോട്ട് ഇട്ടായിരിക്കും ചിലപ്പോൾ സോളാർ ഓൺ ഗ്രിഡിലോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്വിച്ച് മുകളിലെ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ 2 പോള് ഫ്രീ ആണ്. അപ്പോൾ സോളാർ പാനലിൽ നിന്ന് വരുന്ന 2 കണക്ഷൻ നേരെ ആ ഫ്രീയിലോട്ട് കണക്റ്റഡ് ആയി. അവിടെ നിന്ന് 2 വയർ എടുത്തിട്ട് നമ്മൾ ഈ സോളാർ ഇൻവെർട്ടറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലോഡ് നിങ്ങളുടെ വീട്ടിലോട്ടും കൊടുത്താൽ സുഖമായിട്ട് ഈ ഇൻവെർട്ടർ പ്രവർത്തിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിലവിലുള്ള DB ബോക്സിൽ നിന്നുള്ള മെയിൻ സ്വിച്ചിൽ നിന്നും 2 വയർ എടുത്തു കഴിഞ്ഞാലും മതി. അപ്പോൾ നമുക്കത് ഓൺ ഓഫ് ചെയ്യാം, ട്രിപ്പ് ആവും. അപ്പോൾ ആ നിലവിലുള്ള DC ബ്രേക്കറിൽ നിന്നിന്റെ ഔട്ട് എടുത്തിട്ട് ചേഞ്ച് ഓവറിന്റെ കോമൺ പോളിൽ കൊടുക്കുക. ആ സപ്പോൾ 2ൽ നിന്നോ അല്ലെങ്കിൽ താഴത്തെ പൊസിഷനിൽ നിന്ന് നേരെ ഓൺ ഗ്രിഡിൻ്റെ അതിലോട്ട് കണക്ട് ചെയ്യുക. ആ DBയിൽ തന്നെ ആയിരിക്കുള്ളൂ കൊടുക്കേണ്ടത്. പിന്നെ അതിന്റെ മുകളിലത്തെ പൊസിഷനിൽ നിന്നും, അതായത് സപ്പോൾ 1 എന്നുള്ള പോർഷനിൽ നിന്നും 2 വയർ പോസിറ്റീവ് നെഗറ്റീവും ഇതിലോട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവും ഈ ഒരു ഇൻവെർട്ടറിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നവും വരില്ല. ആ വയറുകൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ഇൻവെർട്ടറിന്റെ ഇൻപുട്ടിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഡ്രൈവ് ചെയ്ത് പോകുന്ന സെക്ഷനിൽ, അതായത് റെക്ടിഫൈ ചെയ്ത് പോകുന്ന സെക്ഷനിൽ അത് പോസിറ്റീവ് നെഗറ്റീവും പൊളാരിറ്റി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അത് കറക്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിലവിലുള്ള ഓൺ ഗ്രിഡിൽ നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്യാം. നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടാതെ ഒത്തിരി ലൈൻ കിടക്കുന്നുണ്ട്, ഒത്തിരി വീടുകൾ ഇതേപോലെ ഡെഡ് ആയിട്ട് ആ മണി കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിലവിൽ ഒത്തിരി വീടുകൾ സോളാർ ഓൺ ഗ്രിഡ് ചെയ്തിട്ട് അത് ഡെഡ് മണി ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് പോയത്. കാരണം നമുക്ക് ആ വേസ്റ്റ് ആയി പോകുന്ന വൈദ്യുതി എനർജി നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. യാതൊരു വിധ സാങ്ഷനും വേണ്ട, ഒരു പരിധിയില്ലാതെ നമുക്ക് അത് ഉപയോഗിക്കാം. കാരണം 9 പാനലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5000 വാട്ട്സ് ആണ്. ഇനി അത് 10 പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് 5000 വാട്ട്സിന് മുകളിൽ വരും. അപ്പോൾ അത് ലോഡായി വരുമ്പോൾ ഏകദേശം ഒരു 5000 വാട്ട്സ് ആണ്. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ വെച്ച് വരുന്നത് 9 പാനലാണ്. അപ്പോൾ ആ 9 പാനലിന്റെ വയറുകൾ ഡയറക്റ്റ് ഇതിലോട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓൺ ഗ്രിഡ് നിലവിൽ കണക്ഷൻ കിട്ടാത്തവർക്കും ഈ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.